ഗൈസ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? വാഗമൺ. യെസ്, ഞങ്ങൾ അങ്ങനെ വാഗമണ് പോവാട്ടോ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഇപ്പൊ സമയം ഏതാണ്ട് 11:45. പക്ഷെ നമുക്കങ്ങ് പോവാന്ന് വിചാരിച്ചു, ഒറ്റ മൈൻഡ്. അങ്ങനെ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇപ്പൊ കറക്റ്റ് ഇറങ്ങി, ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഇതേ സ്കൂള് നമ്മളിവിടുന്ന് ഇനിയിപ്പോ നമ്മളെപ്പോ ചെല്ലും? സമയം 11:45, 12 മണി ആയിട്ടുണ്ട്. 1 മണിയാകുമ്പോ ചെല്ലും എന്നാണ് അപ്പൊ നമ്മള് പറയുന്നത്. നമ്മളല്ല, അഞ്ചാട്ടെ പറയുന്നത്. 1 മണി. ഓക്കെ ഗായ്സ്, അവിടെ ചെന്നിട്ട് കാണാം. അധികം പൊട്ടി അടിച്ചിട്ടില്ല, അധികം ഇച്ചിരി അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരുപാടില്ല, എന്നും ഇടുന്നാലും ഇല്ല. എന്നാലും ഭയങ്കര പൊട്ടിയിരിക്കുന്നത്. ഇനി ക്യാമറയുടെ അല്ല വെട്ടത്തിന്റെ ആണോ എന്നറിയില്ല, നട്ടുച്ചയാണ്, അതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറി. പിന്നെ വണ്ടി കയറിയപ്പോൾ മുതൽ തീറ്റയും തുടങ്ങി. മുന്തിരിയാണ് കേട്ടോ ആദ്യം കൈ കിട്ടിയത്. അങ്ങനെ അതൊക്കെ തിന്ന് പതുക്കെ പോയേ. പുട്ടും മീൻകറി കഴിച്ചിട്ട് വന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നാലും എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെയാണ് ഇതും. മുന്തിരി അതിലുള്ള മുന്തിരി അല്ലേ? ഈ ബോർഡ് കഴിഞ്ഞിട്ട് എന്താ വളയ്ക്കാത്തതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ബോർഡ് വെച്ചപ്പോൾ ഞാൻ ഓർത്തു അതായിരിക്കും വഴിയെന്ന്. പക്ഷെ അവിടെ നിന്നും ആ ബോർഡും കണ്ടു കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുന്നിട്ടാട്ടോ വണ്ടി വളയ്ക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡൗട്ടായിട്ട് ഇതെന്താ ഇങ്ങനെ, അങ്ങനെയല്ലല്ലോ വേണ്ടേ, അങ്ങനെ ഞാൻ കുറേ ഡൗട്ടുകൾ വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഡൗട്ടൊക്കെ എപ്പോഴും ഉള്ളതാട്ടോ. ഹലോ ഗൈസ്, 2 സൈഡിൽ കൂടെ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം പേരിനെ നമുക്ക് കൂവപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയാം. പക്ഷെ ഇതൊന്നും അല്ല അതിന്റെ ആക്ച്വലി ഉള്ള പേര്. ഓക്കെ, ഇതിനും അറിയില്ല ഗൈസ് പേരെന്താന്ന്. എനിക്ക് തന്നെ അത്രയും കൂടെ അറിയില്ല. അതുകൊണ്ട് നമുക്ക് മിണ്ടാതെ പോവാം. ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഗൈസ്. എനിക്കറിയില്ല, ഇനിയും കൊറേ വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളയ്ക്ക് എന്ത് രസാന്ന് നോക്കണേ. രണ്ടാമത്തെ പ്രാവശ്യം ഗൈസ് വരുന്നത്, അതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതാണ് എനിക്ക് ഭയങ്കര ഡെയിലി അല്ല, ഞങ്ങള് മിക്കപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ പോകുന്ന. അതുകൊണ്ട് ഞങ്ങക്ക് വലിയ പുതുമയൊന്നും ഇല്ല ഇത്. ബട്ട് എനിക്കും നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ. ഐസ്ക്രീം കഴിക്കാൻ പോവാം. ഐസ്ക്രീം മേടിച്ചാലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. വാനില, പിസ്ത, സ്ട്രോബെറി. വാനില. ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെ ആട്ടെ എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പറയാറുള്ളൂ. ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി പറയും, ഞാൻ മന്തി എന്ന് പറഞ്ഞാൽ മന്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും അതേ ആളും പറയുന്നുള്ളൂ. ഇല്ല, സത്യം എവിടെ പോയാലും അതെ, കല്യാണത്തിന് മുമ്പാണെങ്കിലും കല്യാണത്തിന് ശേഷമാണെങ്കിലും ഞാൻ എന്ത് പറയുന്നു അത് തന്നെ പറയത്തുള്ളൂ. പറയാനുണ്ടോ? ഫുൾ ടൈം തീറ്റ, സെയിം പിച്ച്, രണ്ടുപേരും അങ്ങനെയുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ചെറുക്കൻ. ആള് ബിസിയാണ്. നല്ല ഐസ്ക്രീം ആട്ടോ. ഇത് എത്രയായി? 30 രൂപയ്ക്ക് നല്ല അടിപൊളി ഐസ്ക്രീം. സാധാ ലോക്കൽ ടേസ്റ്റ് ഒന്നും അല്ല, എല്ലാം എന്തായാലും നല്ല പ്രീമിയം ടേസ്റ്റ് ഉള്ള ഐസ്ക്രീമാണ്. കൊള്ളാം. ഗൈസ്, എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? ഭയങ്കരമായിട്ട് തണുപ്പ്. ഇത്ര നേരം ചൂടാന്ന് പറഞ്ഞു. ഇത്രയും നേരം നമ്മൾ താഴെ ഐസ്ക്രീം മേടിക്കാൻ വന്നപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പുള്ളിക്കാനം നാട്ട്. ഇത് വാഗമണ് പോകുന്ന വഴിയാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. ഇവിടെ ബ്രൈറ്റ്നെസ് കൂട്ടി
നമ്മളെ കാണാൻ പോലും ഇല്ല. ചുറ്റും പുറത്ത് നല്ല മഞ്ഞ. എനിക്കാണെങ്കിൽ തണുത്തിട്ട് പാടില്ല, നല്ല തണുപ്പ്. ഞാൻ അങ്ങോട്ട് കാണിച്ചെടുത്തേ. ഇതുണ്ടോ നമ്മൾ നിൽക്കുന്ന ആ ഒരു റൗണ്ട് അല്ലാതെ ബാക്കി ഫുൾ മഞ്ഞിറങ്ങിയത്. എവിടെ ഒന്നും കാണത്തു പോലും ഇല്ല. ഈ സമയത്ത് എന്തായാലും നിങ്ങളിവിടെ വാഗമണ്ണ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകും. അമ്മാതിരി തണുപ്പും മഞ്ഞും. നല്ല തണുപ്പല്ലേ? റോഡ് കാണാനേ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഇതിൻ്റെ ഒരു പാറയാണ്. ആ പാറയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു വന്നപ്പോൾ. ഇപ്പോൾ അവരെ കാണാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് എനിക്ക് തണുക്കുന്നു. ഇടിവെട്ടുമെന്ന് പേടിയുണ്ടാവും. ഐസ് ഇപ്പോൾ ഒരു മഴ പെയ്താൽ ഞങ്ങൾ ഫുൾ നനഞ്ഞ കുളമാവും. നോക്കിയേ, ഇവിടെ ഫുൾ മഞ്ഞ്, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇരുന്നോ? ഇവരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വന്നിട്ടില്ല ഗൈസ്. ഇവിടെ നമ്മൾ അന്ന് വന്നാലും ഇവിടെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ. ഗൈസ് അനന്തുക്ക് ഇവിടെ പട്ടിഷ്. ഈ ടൈമിൽ ഇവിടെ വന്നില്ല പിന്നെ ഭയങ്കര നഷ്ടമായിരിക്കും. സത്യം. അത് റോഡാട്ടോ. അവിടെ കാർ എടുക്കുന്നുണ്ടോ? അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി വണ്ടി കയറിട്ടോ. വണ്ടി കയറിയിട്ട് പിന്നെയും തീറ്റ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് തീറ്റ ചക്കറുത്തത്. ഞങ്ങൾ അവിടെ വരുമ്പോൾ ഡ്രസ്സിനേക്കാളും കൂടുതൽ തിന്നാനുള്ള സാധനം. വീട്ടിലുള്ള എല്ലാ പലഹാരം എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ കഴിയാനൊന്നുമില്ല. ആക്ച്വലി ഞങ്ങൾ തിന്നാൻ വേണ്ടി വന്നതാണ്. പിന്നെ തിന്നുന്ന ആൾക്കാരെ ഞങ്ങൾ രണ്ടുപേരും കണ്ടാ പറയുമല്ലോ അല്ലേ. സ്റ്റിൽ പ്രോസസിങ്ങിനാണ്. തീറ്റ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടെ എന്തൊക്കെയാ വേറെ തിന്നാൻ കിട്ടുന്നതിനും വേറെ എന്താ കാണാൻ കിട്ടുന്നതിനും. വെറുതെ കിട്ടിയിരുന്നത് തിന്നാ മതി, പക്ഷെ അതിലൊരു ത്രില്ലല്ലേ. ഇവിടെ ഒന്ന് തിന്നുമ്പോ എല്ലാം ഒരു ത്രില്ലേ. അങ്ങനെ നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ തിന്നാൻ കിട്ടുന്നതിനും ഏതൊക്കെ സ്ഥലം കാണാൻ കിട്ടുന്നതിനും കാണാം. അപ്പോൾ ഈ സ്ഥലമേ DC കോളേജിൻ്റെ അവിടെ തന്നെ, പുള്ളിക്കാരൻ DC കോളേജിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടാട്ടോ ചായ കുടിച്ച്. നല്ല അടിപൊളി ചായ ആയിരുന്നേ. അതുപോലെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ വാഗമൺ ഹൈറ്റ്സിലോട്ട് കയറാൻ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് പൈൻ വാലിയുടെ അങ്ങോട്ട് നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് ചിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കോലാഹലമേട് എന്ന് അങ്ങനെ എന്തായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നേരെ അങ്ങോട്ട് എത്തിയ ടൈമിൽ അവിടെ മൊത്തം തെന്നിക്കിടക്കാൻ എനിക്കാണെങ്കിൽ പേടിയാവുമായിരുന്നു. അതുപോലെ തന്നെ അല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ടുള്ളേ. നമ്മളപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളിൽ ഇതുണ്ട് ഇങ്ങനെ. ഇതാണ് പൈൻ വാലി കാണാത്തവർക്കായിട്ട്. വെള്ളമായിട്ട് അനുസരിച്ചോട്ടെ. ഇതാണ് പൈൻ വാലി. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഞങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ളത് കുറെ പൈൻ മരങ്ങൾ അല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ 30 രൂപയുടെ ടിക്കറ്റ് കൊടുത്തോണ്ട് കുറച്ചു നേരം നിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമായിട്ട് നിന്നുള്ളൂ. 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തല്ലോ എന്ന് കരുതി മാത്രം അവിടെ കുറച്ച് നേരം നിന്നു. കാരണം അത്രയും തിരക്കും തെന്നലൊക്കെ ആയതുകൊണ്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നേരെ ഞങ്ങൾ തിരിച്ചതേ വഴി തന്നെയാണ് കേട്ടോ പോകുന്നത്. വേറെ എവിടെയും കയറാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ പോന്നു. പിന്നെ പോകുന്ന വഴി മൂലമറ്റത്ത് ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്നായിരുന്നു ഓർത്തെ. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ എവിടെയും നിന്നില്ല, നേരെ തന്നെ വീട്ടിലേക്ക് പോന്നു. ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേക്കും തൊടുപുഴ എത്തിയിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് പോയിട്ട് 6 മണിയായപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വീഡിയോ കാണേണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.